പെട്ടെന്നൊരു ഗസ്റ്റ് വന്നു കഴിഞ്ഞ് ഉണ്ടാക്കി കൊടുക്കാനായിട്ട്, അല്ലാന്നുണ്ടെങ്കിൽ വീട്ടിലൊരു പാർട്ടിയൊക്കെ നടക്കുകയാണെന്നുണ്ടെങ്കിൽ വെൽക്കം ഡ്രിങ്ക് ആയിട്ട് സെർവ് ചെയ്യാനായിട്ട് അടിപൊളി രുചിയിൽ ഒരു ബ്രസീലിയൻ ലെമണേഡ് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. വെൽക്കം ബാക്ക് ഡിയേഴ്സ്. ഞാനിവിടെ ഒരു ചെറുനാരങ്ങ എടുത്തിട്ടുണ്ട്. നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്ത് കൊണ്ടുവരാം. ഇനി നമുക്ക് അത് ചെറുതാക്കി ഒന്ന് മുറിച്ചെടുക്കാം. അതിൻ്റെ അകത്തുള്ള കുരുവൊക്കെ കളയാനായിട്ട് മറക്കരുത്. അതിന് തൊലി നമുക്ക് കളയേണ്ട ആവശ്യമില്ല. കുരു ഇട്ട് കഴിഞ്ഞാൽ കഴിക്കാനായിട്ട് ചാൻസ് ഉണ്ട്. ഇനി നമുക്ക് ഈ മുറിച്ചെടുത്ത ചെറുനാരങ്ങ നീര് ഒരു ബ്ലെൻഡറിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് നമുക്ക് 2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തൊന്ന് കൊണ്ടുവരാം. ഇപ്പം നമ്മുടെ ലെമൺ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് അരിച്ചെടുക്കാം. ഈ നാരങ്ങയുടെ തൊലിയും അതുപോലെ ബാക്കിയുള്ള വേസ്റ്റും നമുക്കൊന്ന് അരിച്ചൊന്ന് മാറ്റിയെടുക്കണം. അത് കൂടുതൽ സമയം ഇരിക്കും തോറും കഴിക്കാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് അടിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്കൊന്ന് അരിച്ചെടുക്കാം. ഇനി ഒരു ബ്ലെൻഡറിലേക്ക് ആവശ്യത്തിന് ഐസ് ക്യൂബ്സ് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ അരിച്ചു വെച്ചിട്ടുള്ള ലെമൺ മിക്സ് ചേർത്ത് കൊടുക്കാം. മധുരത്തിന് വേണ്ടി ഞാനിവിടെ കണ്ടൻസ്ഡ് മിൽക്കാണ് എടുത്തിരിക്കുന്നത്. 4 ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡ് ഞാനിപ്പോൾ ചേർത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതെല്ലാം കൂടി വീണ്ടും നന്നായിട്ടൊന്ന് അടിച്ചെടുത്ത് കൊണ്ടുവരാണ് വേണ്ടത്. ഇപ്പം നമ്മുടെ ലെമണേഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കൊന്ന് ടേസ്റ്റ് ഒക്കെ നോക്കാം. മധുരം കൂടുതൽ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് കുറച്ച് ഐസ് ക്യൂബ്സ് ഒരു സെർവിങ് ഗ്ലാസ്സിൽ ഇട്ടതിന് ശേഷം അതിന് മീതെ നമുക്ക് ലെമണേഡ് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. നല്ല ടേസ്റ്റിയാണ്, സൂപ്പർ കൂളാണ്, സൂപ്പർ ഈസിയാണ്. അപ്പോൾ ഇതുവരെ ഇങ്ങനൊരു ലെമണേഡ് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്തവർ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണേ.